നമസ്കാരം. ഗവർണർ കോഴിക്കോട് തെരുവിൽ ഇറങ്ങിയത് സർക്കാരിനെ ചെറിയ തരത്തിലൊന്നുമല്ല ആകെ കുലുക്കിയിരിക്കുന്നത്. അതിനെ പുറത്തു കാണിക്കാതെ ചില വീമ്പിളക്കലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഗവർണർ പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ചത് വളരെ വലിയ ഒരു വെല്ലുവിളിയായി തന്നെയാണ് സർക്കാരിന് അനുഭവപ്പെട്ടതും അതിൻ്റെ പ്രതിഫലനങ്ങളാണ് പലപ്പോഴും ഇപ്പോൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും പറയുന്നത് കണ്ടില്ലേ, കേരളം എത്ര മനോഹരമാണ്. കാരണം കേരളത്തിൽ ഒരു ഗവർണർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരു ചുക്കും സംഭവിച്ചില്ല. ആ കേരളത്തിൽ ക്രമസമാധാനമില്ല, വളരെ ഭദ്രമാണ്. വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഗവർണർക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ കഴിയുമോ? അപ്പോൾ കേരളം മികച്ചത് തന്നെയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ അതിനെ ഈ വീണ് കിടന്നാലും കാല് മുകളിൽ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന വിഭാഗമുണ്ടല്ലോ, അവരുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. സത്യത്തിൽ ഈ പറയുന്നതിൽ എന്താണ് ന്യായമുള്ളത്? നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ കേരളത്തിലെ ജനങ്ങൾ വെറും പൊട്ടന്മാരാണ് എന്ന് ഈ സർക്കാരും ഈ ചില മന്ത്രിമാരും ധരിച്ചു വച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. കോഴിക്കോട് തെരുവിലിറങ്ങിയിട്ട് ഈ ഗവർണർക്ക് യാതൊരു പോറലുമേറ്റില്ലല്ലോ, അത് കേരളത്തിൻ്റെ മഹിമയാണ് എന്ന് പറഞ്ഞാൽ അതെ, അത് കേരളത്തിൻ്റെ മഹിമ തന്നെയാണ്, അത് നിങ്ങളുടെ മഹിമയല്ല. അവിടെ SFIക്കാരില്ലായിരുന്നു മിസ്റ്റർ PV. താങ്കൾ ഇപ്പോൾ പറയുന്നത് ഈ ഏതെങ്കിലും സംസ്ഥാനത്തിന് ഇങ്ങനെ നടക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും നിങ്ങൾ അധിക്ഷേപിച്ചിരിക്കുകയാണെന്നുള്ളത് ഒരു കാര്യം. അതവിടെ ഇരുന്നോട്ടെ, അതാത് സംസ്ഥാനങ്ങൾ അത് ഏറ്റെടുക്കണമെങ്കിൽ എടുത്തോട്ടെ, അല്ലെങ്കിൽ അവതങ്ങ് അംഗീകരിച്ചോട്ടെ. ഒരു സംസ്ഥാനം പോലും ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജനപ്രതിനിധിയോ അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ, ഒരു ഭരണഘടനാ ഉദ്യോഗസ്ഥനോ ഭരണഘടനാ സ്ഥാപനത്തിനോ ഇറങ്ങി നടക്കാൻ കഴിയാവുന്ന അവസ്ഥയല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളും. കേരളം മാത്രമേ അതിന് അവസരമുള്ളൂ എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന തുല്യമാണ്. അതവിടെ ഇരുന്നോട്ടെ, അത് മറ്റ് സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ കേരളത്തിൽ പറയുമ്പോൾ ഈ കേരളത്തിൽ ഈ കോഴിക്കോട് ഉണ്ടായിരുന്നത് കോഴിക്കോട്ടത്തെ ജനങ്ങളാണ്. അവിടെ SFIക്കാരുണ്ടായിരുന്നില്ല, DYFIക്കാരുണ്ടായിരുന്നില്ല, CPMക്കാരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ക്രമസമാധാനത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല എന്നതല്ലേ ശരി? അതല്ലേ ഏറ്റവും പ്രധാനം? അവിടെ SFIക്കാരുണ്ടായിരുന്നുവെങ്കിൽ ഈ ഗവർണറെ ഇത്തരത്തിൽ നടക്കാൻ അനുവദിക്കുമായിരുന്നോ? നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഒന്നും ചെയ്യില്ല, ഞങ്ങൾ ഇത്രയും സമാധാനപ്രിയരായ, ഇത്രയും ജനാധിപത്യ സംരക്ഷകരായ ഒരു പ്രസ്ഥാനം വേറെയില്ല എന്നൊക്കെ പറയും. ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പക്ഷേ അവിടെ SFIക്കാരുണ്ടായിരുന്നുവെങ്കിൽ ഈ ഗവർണറെ ഇങ്ങനെ നടക്കാൻ കഴിയുമായിരുന്നു. അവിടെ സാധാരണ കോഴിക്കോട്ടെ ജനങ്ങൾ വളരെ വളരെ ആതിഥ്യ മര്യാദ ഉള്ള ഒരു ജനതയാണ്. എനിക്കറിയാം, ഞാൻ കോഴിക്കോട്ട് പോകുമ്പോൾ അവിടുത്തെ ജനതയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവിടെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ജനങ്ങളാണുള്ളത്. ആതിഥ്യ മര്യാദയിൽ അവർ വളരെ മുന്നിൽ തന്നെയാണ്. അതിനെ മൊത്തം ഇല്ലാതാക്കുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ സമരക്കാരാണ്, നിങ്ങളുടെ യുവജന സംഘടനയിലെ വിദ്യാർത്ഥി സംഘടനകളുമാണ്. തീർച്ചയായിട്ടും അവിടെ SFIക്കാരല്ല ഉണ്ടായിരുന്നത്, കോഴിക്കോടിൻ്റെ ജനങ്ങളാണ്. കോഴിക്കോട്ടിലെ ജനങ്ങൾ ഇത് ഇങ്ങനെ തന്നെയാണ്. അത് കോഴിക്കോട്ട് മാത്രമല്ല, തിരുവനന്തപുരത്ത് ഇറങ്ങി നടന്നാലും, എറണാകുളത്ത് ഇറങ്ങി നടന്നാലും, കോട്ടയത്ത് ഇറങ്ങി നടന്നാലും, അതുപോലെ തന്നെ ഗവർണർ തമിഴ്നാട്ടിലിറങ്ങി നടന്നാലും ഇത് തന്നെ ഉണ്ടാകും. അവിടുത്തെ ജനങ്ങളൊന്നും മോശക്കാരല്ല, എല്ലാ സംസ്ഥാനത്തിലെ ജനങ്ങൾ നല്ലവരാണ്. പക്ഷേ അവിടെ ഇങ്ങനെ അക്രമകാരികളായ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ SFIയും DYFIയും പോലുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്ക് ഇത് ദഹിക്കുന്നതല്ല. അഥവാ ഇപ്പോൾ ഗവർണർ അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ഗവർണർ ഇറങ്ങി നടന്ന തെരുവിൽ ഒരു SFIക്കാരനോ ഒരു DYFIക്കാരനോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഒന്ന് പ്രതിഷേധിച്ച് ബാക്കിലെങ്കിലും പോയി നിന്ന്, എവിടെയെങ്കിലും ദൂരെയെങ്കിലും മാറി നിന്നുകൊണ്ട് ഒരു പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കാത്തത്? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ധൈര്യമില്ലാതായി പോയത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുഖ്യമന്ത്രി പറയുന്ന അവകാശങ്ങൾക്ക് യാതൊരു വിലയുമില്ല. ഇത് കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ മൊത്തം കുത്തകയായിട്ട് വച്ചിരിക്കുന്നതല്ല. പക്ഷേ ഗവൺമെന്റ് ആവശ്യപ്പെടണം. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ ജനങ്ങളെക്കുറിച്ച് ഒരു മൊത്തത്തിൽ ഒരു അധികാരവും അതല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട്. സർക്കാർ അങ്ങനെ പറയാം. ഒരു പക്ഷേ ഈ കേരളത്തിൻ്റെ
ക്രമസമാധാന നില മോശമല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഇത് പറയുന്നെങ്കിൽ അതിലും തെറ്റില്ല. കാരണം കേരളത്തിൻ്റെ ക്രമസമാധാന നില അത്ര അപകടകരമൊന്നല്ല. നിങ്ങൾ ഇറങ്ങി നടക്കുന്ന, അതായത് സമാധാനമായി പ്രതിഷേധിക്കുന്നവരെ സമാധാനമായി തല്ലി ഒതുക്കുന്ന നിങ്ങൾ കാണിക്കുന്ന ഈ സമാധാന ശ്രമമുണ്ടല്ലോ, അതാണ് ഏറ്റവും ഗുരുതരമാകുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനത്തിന് തിരിച്ചറിയുന്നുമുണ്ട്.